അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു. വലൈക്കും സ്ലാം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം ഉള്ളത് പീസ് റേഡിയോയുടെ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. ഇൻഷാ അല്ലാ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കുടുംബ സംബന്ധിയായ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. മിക്ക കുടുംബങ്ങളിലും പ്രശ്നമായി മാറിയ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. എല്ലാവരും അവരുടെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഏറ്റവും അടുത്തയാളെപ്പോലെ കൈകാര്യം ചെയ്യുന്നതാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ കൊണ്ട് കുടുംബങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പൊതുവെ അത് മക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചർച്ചയിൽ വരാറുണ്ട്. നമുക്ക് റേഡിയോയിലേക്ക് വന്ന ചില ചോദ്യങ്ങൾ, ഈ ഭർത്താക്കന്മാരുടെ മൊബൈൽ ഉപയോഗം, ഭാര്യയുടെ മൊബൈൽ ഉപയോഗം, ഇതൊക്കെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ എടുക്കാം ഇൻഷാ അല്ലാ. ഒഴിവുള്ള സമയത്ത് പോലും ഭർത്താവ് മക്കളോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുകയില്ല. മൊബൈലും ഹെഡ്സെറ്റുമായി ഇരിക്കുകയാണ് പതിവ്. സംസാരിക്കണമെന്നോ മിണ്ടണമെന്നോ അദ്ദേഹത്തിന് തോന്നാറില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തതുകൊണ്ട് മാത്രം പോരല്ലോ, മൊബൈൽ മാറ്റിവെച്ച് മനസ്സറച്ച് സംസാരിക്കാൻ പറയാറുണ്ട് ഞാൻ. അപ്പോൾ അടുത്ത ദിവസം ശരിയാവും, പിന്നെ പഴയ പോലെ തന്നെയാകും. മക്കളോടും ഭാര്യയോടും സംസാരിക്കാതെ മൊബൈൽ നോക്കിയിരുന്നാൽ മക്കൾ വലുതായി അവരും ഇതുപോലെ ഇങ്ങളോട് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറല്ല. മൊബൈൽ മാറ്റിവെച്ച് സംസാരിച്ചിരിക്കാമെന്ന് പറയുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ ബഹളം കലപില ഒക്കെ കേട്ടിരിക്കണോ ഞാൻ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇപ്പോൾ മക്കളും അദ്ദേഹത്തെ പോലെ തന്നെ ആവുമോ എന്നാണ് എൻ്റെ പേടി. പറഞ്ഞതനുസരിക്കാനും പഠിക്കാനും ഒക്കെ മടിയും അലസതയുമായി. ഇപ്പോൾ പഠിക്കുന്നതിനിടയിലെല്ലാം അവരുടെ ഒപ്പം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിലോട്ടാണ് ശ്രദ്ധ. പഠനം അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറിയതുപോലെയാണ്. എഴുതിക്കഴിഞ്ഞാൽ വേഗം ഉപ്പാൻ്റെ കൂടെ മൊബൈൽ ഫോണും നോക്കിയിരിക്കും. പിന്നെ എന്തു തന്നെ പറഞ്ഞാലും അനുസരിക്കില്ല. പക്ഷേ കൂടെയുള്ള ഉപ്പ അവരോട് അനുസരിക്കാനോ കൽപ്പിക്കാനോ നിൽക്കില്ല. ഞാനിവിടെ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടും ആരും കേൾക്കാതെയുള്ള എൻ്റെ ഈ ബുദ്ധിമുട്ടൊന്നും ആരും മനസ്സിലാക്കാനുമില്ല എന്ന് ആലോചിച്ച സങ്കടത്തോടെ ഞാൻ വഴക്ക് പറയാറുണ്ട്. ഹെഡ്സെറ്റ് വെച്ചാൽ ഒന്നും അറിയണ്ട, ആരുടേതും കേൾക്കണ്ട. ഒരു റൂമിലുള്ള അടുത്തുള്ള ആളുകൾക്ക് എന്തു പറ്റിയാലും ആരും അറിയുകയുമില്ല. മക്കളനുസരിക്കേട് കാണിക്കുമ്പോൾ അവരോട് എന്തെങ്കിലും ഒരു വാക്കോ പറച്ചിലോ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു അനുസരണയുണ്ടാകും. ഉപ്പ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു സംസാരം അവരോടുണ്ടായാൽ അവിടെ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് സങ്കടത്തോടെ ചോദിച്ചിട്ടുണ്ട് ഞാൻ. ചില സമയത്ത് ഒറ്റപ്പെട്ട പോലെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. വിവാഹം തന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകാറുണ്ട്. മക്കളും വലുതായി ഇതുപോലെ ആയാൽ എന്താവും അവസ്ഥ എന്നാലോചിച്ച ഞാൻ വലിയ മാനസിക ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് അവരുടെ ഒരു ചോദ്യത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം. ആദ്യ ഭാഗത്തും കുറച്ച് ദീർഘമായ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റേഡിയോ നടത്തുന്ന സേവനങ്ങളെപ്പറ്റി, അതിലെ ഉത്തരം ലഭിക്കുന്നതിൻ്റെ അത് ലഭിക്കുന്ന മനസ്സമാധാനത്തെപ്പറ്റി, അത്ഭുതപ്പെട്ടതിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. കുട്ടികളെ നല്ല രൂപത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഉപ്പാക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധമല്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഖുർആൻ ഓതിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ശ്രദ്ധല്ല എന്നുള്ള ചില വിമർശനങ്ങൾ കൂടി അവർ ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ സഹോദരിയുടെ ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗമാണ് ഒരു കേൾക്കുന്ന ആരുടെയും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മളത് വെറുതെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കുക. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന എല്ലാവർക്കും, അല്ല കുടുംബമായി ജീവിക്കുന്ന എല്ലാവർക്കും അതൊന്നിങ്ങനെ കണ്ണ് ചിമ്മി പിക്ചറൈസ് ചെയ്താൽ ഒരു ചങ്ങാതി അവിടെ ഇങ്ങനെ ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ തോണ്ടുന്നു. മക്കളെന്തൊക്കെയോ വായിക്കണത് പോലെ കാണിച്ചു കൂട്ടി നേരെ അയാളെടുത്ത് പോയിരുന്ന് എന്തൊക്കെയോ കാണുന്നു. ഈ ഭാര്യ പലതും പറയുന്നുണ്ട്, അയാൾ കേൾക്കണേ ഇല്ല. മക്കളോടൊക്കെ ഒന്ന് ഇടപെടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒച്ചയും വിളി കലവില എനിക്കിത് കേൾക്കാൻ വയ്യ എന്നയാൾ പറയുന്നു. അപ്പോൾ നിസ്സഹായയായി ഉപേക്ഷിച്ച് പോകാനും വയ്യ. ഒരു മൂലയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കല്യാണം വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരി, അവർ ഈ സമൂഹത്തിലെ വേദനിക്കുന്ന പതിനായിരങ്ങളുടെ പ്രതിനിധിയാണ്. നമ്മളെല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഈ ചോദ്യം വായിച്ചാൽ മതി ശരിക്കും കുറേ ആൾ ശരിയാകാൻ. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ശരിയാകാൻ ഈ ചോദ്യം വായിച്ചാൽ മതി. സാധാരണ ഇത്തരം ഒരു പ്രശ്നം കുടുംബങ്ങളിൽ വളരെ ശക്തമാണ്. ആണുങ്ങൾ അവർ വന്നാൽ, മക്കളവർ വന്നാൽ നേരെ തോണ്ടൽ തുടങ്ങുന്നു.
തോണ്ടി 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 അവരുടെ ആയുസ് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫോൺ ഉപയോഗം എന്നുള്ള ഒരു പാർട്ടിക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഭാഗം നമ്മൾ ക്ലാരിറ്റി വരുത്തണമെന്ന് എനിക്ക് തോന്നിയത്, ഈ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അത് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിർവഹിക്കേണ്ട ഒന്നാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണിത്, മക്കളെ വളർത്തുക എന്ന് പറയുന്നത്. അത് മനഃശാസ്ത്ര പഠനങ്ങളും ഗവേഷണങ്ങളും തന്നെ അങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്. വാപ്പ മാത്രം വളർത്തിയ മക്കൾ, അതിൻ്റെ മുമ്പ് വളർത്തുപുത്രനെ ഒരാൾ വളർത്തുമ്പോഴുള്ള ആ കുട്ടിയുടെ മെൻ്റൽ മെച്യൂരിറ്റി, വാപ്പ മാത്രം കുട്ടിയെ വളർത്തുമ്പോഴുള്ള ആ കുട്ടിയുടെ യോഗ്യതയും അയോഗ്യതയും, ഉമ്മ മാത്രം വളർത്തുമ്പോഴുള്ള യോഗ്യതയും പരിമിതിയും, രണ്ടാളും കൂടി വളർത്തുമ്പോഴുള്ള കാര്യം. അപ്പോൾ രണ്ടാളും കൂടി വളർത്തുമ്പോഴുള്ള നേട്ടവും മെച്ചമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. രണ്ടുപേരും വളരെ തുല്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടാകും, ഭാഗികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതും ഉണ്ടാകും. അത് രണ്ടുപേരും തിരിച്ചറിഞ്ഞ് നിർവഹിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇപ്പോൾ നടത്തുന്ന ഇടപെടലുകളും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, രണ്ട് ലോകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. പരലോകത്തേക്ക് ഉള്ള പുണ്യം. റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണോ പടച്ചോനെ പരിരക്ഷിച്ചത് അതുപോലെ അവരെയും നീ പരിരക്ഷിക്കണേ എന്ന് മക്കൾ നടത്തുന്ന പ്രാർത്ഥന, അത് രണ്ട് ലോകത്തേക്കും കൂടി ഉള്ളതാണ്. ഒരു വീഡിയോ എവിടെയോ കണ്ടത് ഓർക്കുന്നുണ്ട്. വീട്ടിൽ വാപ്പാനെ ഒരു മോന് കൊണ്ടുപോയിട്ടൊരു ഇടുങ്ങിയ റൂമിൽ കൊണ്ടുപോയിട്ടു. ആ വാപ്പ വിളിച്ചാൽ ചെല്ലൂല, പരിഗണിക്കൂല, അയാളൊരു ഭയങ്കര ബാധ്യതയാണെന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ചെറിയ മോന് ഇങ്ങനെ വരക്കുക, ഒരു പ്ലാൻ ഇങ്ങനെ വരക്കുക. ആ പ്ലാൻ ഇങ്ങനെ വരച്ചപ്പോൾ സിറ്റ് ഔട്ട്, ഓഫീസ് റൂം, ഗാർഡൻ ഒക്കെ ഇങ്ങനെ വരച്ചിട്ട് ചെറിയൊരു റൂം, ഇതാർക്കാന്ന് വെച്ചു. ഇറ്റ് ഈസ് ഫോർ യു, ഇത് നിങ്ങൾക്കുള്ളതാണ്. എനിക്കോ? ആ, ഗ്രാൻഡ് ഫാദർ അങ്ങനെയല്ല കിടക്കണേ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയാണ് ഇനി മുതൽ എന്ത് ചെയ്യേണ്ടത്. വാപ്പാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കടത്തേണ്ട, ആരും പരിഗണിക്കേണ്ടാത്ത ഒരാളാണെന്ന് ആ കുട്ടി വിചാരിച്ചു എന്നാണ് ആ ഷോർട്ട് സ്റ്റോറി എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാപ്പ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മക്കളുടെ വർത്തമാനങ്ങളും ഇതൊക്കെ ഭയങ്കര അസ്വാരസ്യവും അസ്വസ്ഥതയുമായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോണും എന്നും തോണ്ടാൻ കൈപൊക്കാൻ കഴിയാതെ മലർന്നിങ്ങനെ വായും പൊളിച്ച് മൂത്രം പോയി കാഷ്ടം പോയി കിടക്കുന്നൊരു സമയം ചിലപ്പോൾ വരും. അതല്ലെങ്കിൽ കീമോ മരുന്ന് തുള്ളികൾ ശരീരത്തിലേക്ക് ഇരച്ച് കയറുന്ന നേരം വരും. ആ നേരത്ത് ഈ വാപ്പാനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുരക്കലും അയാളുടെ നിലവിളിയും അയാളുടെ ആർപ്പ് വിളിയും അയാൾ സോഡിയം കുറഞ്ഞു കൊട്ടിപ്പടിയണതൊക്കെ ഈ മക്കൾക്കും എന്തായിരിക്കും? അസ്വസ്ഥതയായിരിക്കും. അപ്പം അത് രക്ഷിതാവ് ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ വിഷമിക്കും സങ്കടപ്പെടുകയൊന്നും വേണ്ട. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു ആയുധമാണ്. മക്കളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി ഒരു ഉമ്മ നടത്തുന്ന കണ്ണു നനഞ്ഞ പ്രാർത്ഥനകൾക്ക് കൺമുന്നിൽ ഉത്തരമുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 100% കൺമുന്നിൽ അതിന് ഉണ്ടാകും. പിന്നെ നമുക്ക് കഴിയാത്തൊരു മേഖല ഉണ്ടാകും. ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല ഒരിക്കൽ പ്രാർത്ഥിച്ചൊരു കാര്യം നമുക്ക് ചരിത്രത്തിൽ കാണാം. പടച്ചോനെ, ഞാൻ എൻ്റെ മകനെ അദബ് പഠിപ്പിക്കാൻ ഞാൻ എൻ്റെ ആവതും പരിശ്രമിച്ചു, പക്ഷേ അവൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തണില്ല. ഫഅദ്ദിബ് ഹൂലി, അള്ളാഹുവേ എനിക്ക് വേണ്ടി നീ അവനെ അദബ് പഠിപ്പിക്കണേ. ഇത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി പിന്നീട് ഉദ്ധരിക്കുന്നുണ്ട്. വാപ്പ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ല എന്ന് പറയുന്നത് ചരിത്രത്തിലെ വറഇൻ്റെ എന്താ പറയുക, ജീവത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ നന്മയിൽ ജീവിതം സമർപ്പിച്ചതിൻ്റെ പരിത്യാഗത്തിൻ്റെ അതാണ്, പരിത്യാഗമാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ മാതൃകയാണ്. ആ വാപ്പാനേക്കാളും വലിയ പരിത്യാഗിയായിരുന്നു, സൂക്ഷ്മശാലിയായിരുന്നു പിന്നീട് ആ മകൻ എന്നാണ് അബ്ദുല്ലാഹി ബിൻ ഇയാദ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കും, നിരാശപ്പെടുന്നല്ലോ വേണ്ടത്. നിരാശ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഡിക്ഷണറിയിലല്ല. വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ദ്ദാല്ലൂൻ, വഴി പിഴച്ചു പോകുന്നവർ മാത്രമേ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകുള്ളൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേദനിക്കുമ്പോഴൊക്കെ അസ്വസ്ഥമാകുമ്പോഴൊക്കെ നിങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക.
നിങ്ങളെ വീട്ടിൽ നിന്നൊരു സുദൈസ് ഉണ്ടാകും, നിങ്ങളെ വീട്ടിൽ നിന്നൊരു അൽബാനി ഉണ്ടാകും, നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു അഹ്മദ് ബിൻ ഹംബൽ ഉണ്ടാകും റഹിമഹുല്ല. അവരൊക്കെ പരിരക്ഷിച്ച അവരുടെ ഉമ്മമാരാണ്. അങ്ങ് ഇറാഖിൽ നിന്ന് മക്ക വരെ വന്ന് പട്ടിണി കിടന്ന് സ്വന്തം മകനെ പരിപാലിക്കുകയാണ്. ആര്? ഹിഫ്ദിൽ ചേർത്ത് അവിടെ കാലം കഴിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഉമ്മ. നമുക്കത് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു സാധാരണ ഇതിൽ ഉമ്മാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ ഫ്രസ്ട്രേഷനും ഈ ടെൻഷനും ഒക്കെ കൂടെ തലയിൽ കയറിയിട്ട് കുട്ടികളോടുള്ള സ്നേഹ സംഭാഷണങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എല്ലാവരോടും കൂടി ആജ്ഞാപിക്കണതിന് പകരം ഓരോരുത്തരെ നിങ്ങളിങ്ങനെ കയ്യിലെടുക്കണം. ഈ ഉമ്മാൻ്റെ ഈ കൈവിരലും ഉമ്മാൻ്റെ ഈ മാറും ഉമ്മാൻ്റെ ഈ ചുണ്ടും ഉമ്മയുടെ ഈ മുഖവും അതൊക്കെ ഈ കുഞ്ഞിൻ്റെ നെഞ്ചിലേക്കും കുഞ്ഞിൻ്റെ മുഖത്തേക്കും അമർന്ന് അവനെ വാരിയെല്ലുകളിലൂടെ ചേർത്ത് പിടിച്ച് അവൻ്റെ കാതിൽ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. അത് ചിലപ്പോഴൊക്കെ മറക്കലാണ്. പിന്നെ ഈ കുട്ടികളെ ബഹളം വെക്കണം ഇതൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും പറയും, ഇപ്പോൾ എനിക്ക് ചെറിയ 2 കുട്ടികളായതുകൊണ്ട് ഇത് നമുക്ക് നല്ലോണം അറിയാം. ഈ ഒരാൾ ഒന്നിങ്ങനെ ആകുമ്പോൾ മറ്റേ ആൾ പഞ്ചസാര എടുത്ത് നിലത്ത് കൊട്ടും, അടുത്ത ആൾ തൈരെടുത്ത് പള്ളമ്പത്തേക്കും. ഭയങ്കര രസമാണ് സംഭവം കേട്ടോ. നമുക്കിത് കാണുമ്പോൾ നമുക്ക് രസമാണ്, പക്ഷേ വീട്ടിലത് അനുഭവിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കുടുംബം വാപ്പയും ഉമ്മയും നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്, ഈ മക്കൾ ഭയങ്കരമായ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുമെങ്കിലും ജനിച്ച കുട്ടിയുടെ കാലൊന്ന് നീർന്ന് കിട്ടാൻ, ആ കുട്ടിയൊന്ന് എണീറ്റ് നിൽക്കാൻ, ആ കുട്ടിയൊന്ന് സംസാരിച്ച് കിട്ടാൻ ഫിസിയോതെറാപ്പി നടത്തുന്ന സെൻറ്ററുകളിൽ ആയുസ്സും പണവും ചിലവാക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പോൾ കുട്ടികളൊരു ഏജിൽ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതോടെ മൊത്തം മക്കൾ തീർന്നു എന്നുള്ള മൈൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അവരെ വളരെ സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ച് ഒന്ന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ, അതേപോലെ ഈ ഫോൺ ഉപയോഗത്തിൻ്റെ ഒക്കെ അപകടങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ക്ലാസ്സുകളും സംഗതിയൊക്കെ ഉണ്ട്. CRE ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മദ്രസയിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ റേഡിയോയിൽ അങ്ങനത്തെ സംരംഭങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളെങ്ങനെ ബോധ്യപ്പെടുത്തി പോകുക എന്നുള്ളതാണ് ഇതിലുണ്ടാകേണ്ട മറ്റൊരു തലം എന്ന് പറയുന്നത്. അവിടെ അത് ഈ സഹോദരി ഇതിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാണ്, അവർ അത് അങ്ങനെ തന്നെയാണ് മൗലവി എന്ന് അവർ പറയും. നമുക്ക് ദേഷ്യം വരുമ്പോൾ കുട്ടികളോട് നമ്മൾ ഭയങ്കര ടഫ് ആൻഡ് റഫായിട്ടാണ് പെരുമാറുക. നേരെ മറിച്ച് ഓരോരുത്തർ അങ്ങനെ എടുത്ത്, ഇപ്പം നമുക്കറിയാം ഏത് വികൃതി കുട്ടി, ആ കുട്ടീൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കരയും. ഞാൻ ഇടയ്ക്ക് സ്കൂളിൽ ശരിക്ക് യൂസ് ചെയ്യണ ഒരു ടൂളാണിത്. നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ എപ്പോഴും യൂസ് ചെയ്യുക അവരുടെ പാരൻസും ആ പാരൻസ് അനുഭവിക്കുന്ന വിഷമങ്ങളും ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നതിൻ്റെ റിസ്കുകളൊക്കെയാണ് പൊതുവേ പറയാം. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിലല്ലെങ്കിൽ പൊതുവേ വേണ്ടൊരു കാര്യം, ചെറിയ പ്രായം മുതൽ ഒരു തരം ബ്രാൻഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരണം. ആ ബ്രാൻഡിങ് എന്താണ്? ഫോൺ എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ ഇങ്ങനെ തൊടാൻ പറ്റിയ ഒന്നല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ ഇല്ലാതെ തുറക്കാൻ പറ്റിയതല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ അപകടങ്ങളുണ്ട്, അതിൽ പോയി ചാടാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരേ വാചകം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഒന്നുകൂടി ശരിയാക്കി എടുക്കുക എന്നറിയാലോ. ബ്രെയിൻ വാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു നെഗറ്റീവ് ടെർമിനോളജി ആയതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് യൂസ് ചെയ്യാത്തത്. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു പോകണം മക്കളായി. പിന്നെ നമ്മളെ ചങ്ങായിയാണ്, അയാളൊരു അഡിക്റ്റാണ്. അയാളെ നിങ്ങൾ ശാസിച്ചത് കൊണ്ടും ബഹളം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും കാര്യമല്ല. അയാൾക്ക് കൃത്യമായ ഡിറ്റോക്സ് കൊടുക്കണം. അയാൾ ടോക്സിക്കാണ്, അയാൾ വേറൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അയാൾ ഇനി മദ്യപാനം പോലെ ഒക്കെ ഉള്ള ഒരുതരം അഡിക്ഷനാണ്, ഒരുതരം രോഗമാണ്. മൂപ്പർക്ക് കിഡ്നി പോയ ഞങ്ങൾ എന്താ കേട്ട് ചികിത്സിക്കും എന്ന് പറയണ പോലെ അയാളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ബഹളത്തിൽ കൂടെ പറ്റൂല. ബഹളത്തിലാകുമ്പോൾ അയാളുടെ ടോക്സിക് മൈൻഡ് കൂടുതൽ ശക്തമാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അയാളെ അടർത്തിയെടുക്കാൻ അയാളുടെ പ്രകൃതവും രീതിയൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് തനിച്ചത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെയും ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ദിവസത്തെ എപ്പിസോഡ് പറഞ്ഞ പോലെ നിങ്ങൾ അയാളെക്കുറിച്ച് ഒരാളോട് പറഞ്ഞിട്ട് അയാൾ വന്ന് ഇടപെടുമ്പോൾ കച്ചറാകാത്ത ടൈപ്പിലുള്ള ഒരാൾ, അയാളുടെ സഹായം എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ ഈ മൊബൈൽ യൂസേജ് കുറച്ച് കൊണ്ടുവരാവുന്ന കുറച്ച് തീരുമാനങ്ങളൊക്കെ നിങ്ങൾ രണ്ടാളും തമ്മിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ആദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നൊരു കരാറ്, നിങ്ങൾ ഫോൺ യൂസേജ് നിർത്തണം എന്നല്ല, നമ്മളെ മക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കില്ലേ.
നമ്മളെ മക്കൾ നശിക്കും. മനസ്സിലായില്ലേ? അതിന് വേണമെങ്കിൽ ടീച്ചറൊക്കെ യൂസ് ചെയ്യാം. ടീച്ചേഴ്സിനൊക്കെ ഇപ്പം നമ്മളൊക്കെ പലരും യൂസ് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സിന് പറയാ കുട്ടി ഫോൺ നല്ലോണം കാണുന്നുണ്ടോ, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കണം, നിങ്ങൾ രണ്ടാളൊന്ന് വരണം, ഒന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ഫോൺ യൂസേജ് എന്നൊക്കെ പറയുമ്പോൾ ഇവരോട് പറയാലോ. അപ്പോൾ ഒരു കരാറിലെത്താം. അപ്പം കുട്ടികളെ മൂപ്പരെടുത്തുന്നുണ്ട് അടർത്താം. മൂപ്പര് യൂസ് ചെയ്തോട്ടെ എന്നുള്ള ലെവലിൽ ആദ്യം പോകാം. പിന്നെ നമുക്ക് മൂപ്പര് അതിൽ നിന്ന് മോചിപ്പിക്കാം, അതിന് പ്രശ്നമല്ല. അപ്പോൾ അത് മൂപ്പരെ മോചിപ്പിക്കുന്നിടത്ത് ഒറ്റയടിക്ക് അത് കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ബെഡ്റൂമിലേക്ക് ഇത് കയറ്റണ്ട, ഓരോ വേര് മുറിക്കുക, ബെഡ്റൂമൊക്കെ നമുക്കത് കയറ്റണ്ട. പിന്നെ നിങ്ങൾ ഉപയോഗിച്ചോളി, നിങ്ങൾ വന്നാൽ ഇത്ര മണി വരെ ഇത് ഉപയോഗിക്കരുത്. അപ്പം മൂപ്പർക്ക് വേറെ എൻഗേജ്മെൻറ്റ് കൊടുക്കണം. എൻഗേജ്മെൻറ്റ് അത് വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അതല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത്ര മണി കഴിഞ്ഞിട്ട് വന്നോളി എന്നാൽ. മനസ്സിലായല്ലേ? ഇത് അത്ര തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല ഈ ലാസ്റ്റ് വേർഡിങ്സ്. ഒരു നിർവാഹം ഇല്ലെങ്കിലുള്ളൂ, മക്കളെങ്കിലും കഴിച്ചിലാണല്ലോ. ഇയാളുടെ അഡിക്ഷൻ ലെവൽ എത്ര ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും മൊബൈൽ അഡിക്ഷൻ എന്നുള്ളത് നിർത്തിയാൽ നിൽക്കാത്തൊന്നുമല്ല. പല പല വഴികളും തീർച്ചയായിട്ടും അതിനുണ്ട്. അത് നമ്മളെ ഈ എപ്പിസോഡിൻ്റെ വിശദാംശങ്ങളിൽ ഒരുപക്ഷെ ഡിസ്കഷൻ ക്വസ്റ്റ്യൻസിലവിടെ കണ്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ നമുക്കത് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പോൾ ഫിൽ ജുംല ഈ സഹോദരിയോട് പറയാനുള്ളത്, നിരാശ എന്ന് പറയുന്നത് വിശ്വാസിയുടെ എപ്പിസോഡിലില്ല. ദുഃഖമുണ്ട്, ഹമ്മുണ്ട്, ഗമ്മുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും എന്തില്ല, ഈ പറയുന്ന നിരാശ എന്ന് പറയുന്ന സംഭവം ഇല്ല. അത് വിശ്വാസിയുടേതല്ല, അത് ശൈത്താൻ്റെ ഒരു വാതിലാണ്. അപ്പോൾ നിങ്ങൾ നല്ല സബറോടുകൂടെ ശരിയായ രീതിയിൽ ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുക. ഇതിൻ്റെ വേറൊരു തരമുണ്ട്. ഭാര്യമാരുടെ ഫോൺ യൂസേജ് കൊണ്ട് കുടുങ്ങിയ ഭർത്താക്കന്മാരും ഉണ്ട്. ഭാര്യമാരുടെ ഇത് കുടുങ്ങി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പലതും ഇങ്ങനെ കാണും, കണ്ടിട്ട് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം. ഇതിൽ ഈ റിയൽ ജീവിതത്തിലേക്ക് പതിയെ മാറുന്ന കുറേ ആളുകളുണ്ട്. ചോദ്യം അതല്ലാത്തത് കൊണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ പോകണില്ല. അതെ, സ്ത്രീകൾ പൊതുവെ റേഡിയോ ശ്രോതാക്കളിൽ കൂടുതൽ ഉള്ളവർ അവരിങ്ങനെ കാര്യങ്ങൾ അയക്കും, ചോദ്യങ്ങൾ അയക്കും. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരുടെ ചില പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാർ, അവർക്ക് സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫീഡ്ബാക്ക് വഴി അയച്ചാൽ അത്തരം പ്രശ്നങ്ങൾ മാത്രമായി തന്നെ നമ്മൾ ചർച്ചക്കെടുക്കുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പെടുത്താണ്. വേറെ ഒരു ചോദ്യമുള്ളത്, നിരാശ കൊണ്ട് റീൽസ് കണ്ട് വെറുതെ സമയം കളയുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? രണ്ടും കുട്ടികളുടെ ചോദ്യമാണ്, വിദ്യാർത്ഥികളുടെ ചോദ്യമാണ്. ഫോൺ അഡിക്ഷൻ കുറക്കുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാമോ എന്നാണ്. വിദ്യാർത്ഥികളുടെ ചോദ്യമാണെന്നുള്ളതൊരു വളരെ ഇംപ്രസിംഗ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളിങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മെസ്സേജാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീനിയായ ബോധ്യങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് രണ്ടും രണ്ട് പാർട്ടാണ് ശരിക്ക്. നിരാശ കൊണ്ട് റീല് കാണുക എന്നുള്ളതാണ്, അല്ലേ ദുഃഖം കൊണ്ട് റീല് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഡിപ്രഷൻ എലമെൻ്റ് ഉണ്ട്, ഒരു വിഷാദത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഒരുതരം മാനസിക സാഹചര്യമാണ്. ഒരു വേറൊരു ഭാഷ പറഞ്ഞാൽ അതൊരു മാനസിക രോഗമാണ്. അതിൻ്റെ ലെവലനുസരിച്ച് ചിലതിന് മെഡിക്കേഷൻ വേണ്ടി വരും. അലിക്കുല്ലിദായിൻ ദവ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അതേ സമയത്ത് പിന്നെ ഇതിൽ കുറേ ദിക്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവർ ചെയ്യേണ്ടത് കുറച്ച് ദിക്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ജമീൽ എടുത്തു കഴിഞ്ഞാൽ ജമീലിൽ അദ്കാർ എന്നുള്ള വിൻഡോ എടുക്കുക. അദ്കാർ വിൻഡോയിൽ ദുഃഖം എന്നുള്ളൊരു വിൻഡോ തന്നെ ഉണ്ട്. അതിൽ അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വൽ അജ്സി വൽ കസൽ, ഹമ്മ്, ഹുസ്ന്, മനോവ്യഥ, ദുഃഖം ഒക്കെ വേറെ വേറെ സാധനങ്ങളാണ്. ഒന്ന് കാരണം അറിയണത്, മറ്റൊന്ന് കാരണം അറിയാത്തത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ദിക്റുകളുണ്ട്. ഈ ദിക്റൊക്കെ ഞാൻ ഇവിടെ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി, മൂപ്പരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ഖലാസ് കൊല്ലുക എന്നുള്ളതായിരുന്നു. ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ കൊന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ ഉപദേശിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു മഹാപണ്ഡിതൻ. അപ്പോൾ ആ പണ്ഡിതൻ ഉപദേശിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭരണാധികാരികളെ ഉപദേശിക്കുന്നിടത്ത് ഇസ്ലാം കൃത്യമായൊരു നയം പറഞ്ഞിട്ടുണ്ട്. ഓൽക്കുള്ള ഉപദേശം അങ്ങാടി നല്ല കൊടുക്കേണ്ടത്, അവരെടുത്ത് പോയിട്ട് പറയണം ചിലത്. അതിൻ്റെ ഒരു പരിധി വിടുമ്പോൾ അതിന് വേറെ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ ഓൾറെഡി ഇദ്ദേഹത്തോട് കുറച്ച് കലിപ്പിലുണ്ടായിരുന്ന ഈ മനുഷ്യൻ
ഈ ഹജ്ജാജ് അയാൾ പറയാണ്, നിന്നെ വാതിൽക്ക് കണ്ടപ്പോൾ കൊല്ലണം എന്ന് വിചാരിച്ചാണ് ഞാൻ. പക്ഷെ അവിടുന്ന് ഇങ്ങനെ നീ നടന്നു വന്നപ്പോഴേക്കും എൻ്റെ മനസ്സാകെ മാറി. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നീയായി മാറി. അപ്പോൾ അതിൻ്റെ രഹസ്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അയാളുടെ കൊട്ടാലവാതിൽക്ക് കയറിയപ്പോൾ ഈ ദിക്ർ ചൊല്ലി. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർശിൽ കരീം. ഈ ദുആ അങ്ങനെ ഒരേ പിന്നെ വാക്കുകളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചൊല്ലിയിട്ടില്ലെങ്കിൽ തെറ്റും. ഈ ദുആ ഞാൻ ചൊല്ലിയപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടായതെന്നാണ്. അതുപോലെ തന്നെ ആമൻതു ബില്ലാഹി വ റസൂലിഹി എന്നുള്ള ദുആ, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അബ്ദുക ബിന അബ്ദിക ബിന അബ്ദിക നാസിയതി ബിയദിക മാളിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇവരോട് നിർദ്ദേശിക്കുന്ന കാര്യം, ഒന്ന് നിങ്ങളുടെ ദുഃഖത്തിനുള്ള ആത്മീയമായ മരുന്ന് നിങ്ങൾ കഴിക്കുക. ആ ആത്മീയമായ മരുന്ന് എന്ന് പറയുന്നത് ദിക്റുകളാണ്. അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. 80 കിലോ വെയിറ്റുള്ള ഒരാൾ 50 കിലോ ആക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യും എന്ന് പറഞ്ഞ പോലെ വെറുതെ എങ്ങനെ ചെല്ലിപ്പോകല്ല. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മഹത്വങ്ങൾ തിരിച്ചറിഞ്ഞ്, പിന്നെ അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ, അതേപോലെ തന്നെ ഒരു ക്രമം ഉണ്ടാക്കുക. ഒന്ന് ദിക്റാണെങ്കിൽ രണ്ടാമത്തെ നിസ്കാരം പക്കയാക്കുക, എല്ലാം ജമാഅത്തായിട്ട് നിർവഹിക്കുക. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ വീട്ടിൽ അത് ടൈമിന് ഒരു ജമാഅത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. ഇപ്പോൾ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. ഖുർആൻ കുറച്ചധികം ഓതുക, ഖുർആനിൻ്റെ ആശയം ശരിക്കും വായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഒരു ഭാഗത്ത് ചെയ്യുക. അതോടൊപ്പം പൊതുവേ നിങ്ങൾ ഈ റീൽസുകളൊക്കെ പൊതുവേ ഒരു അതിൻ്റെ BGMകളൊക്കെ ഒരു മെലഡീസ് ആൻഡ് സോറോസ്, ഒരു ദുഃഖത്തിൻ്റെ ഇതിവൃത്തങ്ങളായിരിക്കും പൊതുവെ ഇത്തരം ആളുകളൊക്കെ കാണുന്നതിലുണ്ടാകുക. ഇതൊരു തരം ഇൻപുട്ടാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് മുഴുവൻ. അപ്പോൾ ഇവിടെ ഒരു ഹോർമോണിക് പ്രോസസ്സ് ഉണ്ട് ശരിക്ക്. എന്താണ് ആ ഹോർമോണിക് പ്രോസസ്സ്? ഒരാൾക്ക് ദുഃഖം ഉണ്ടാകുന്നത് ഒരു തരം ഹോർമോണ് റിലീസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഫോണ് നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ റംസാനിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പ്രവാസിയാണ്, രണ്ടാളും. വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു, തൊട്ട് മുന്നിലെ വീട്ടിലെ ഇന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു. അത് കേട്ടത് മുതൽക്ക് ഈ സ്ത്രീക്ക് അവരുടെ കൺട്രോളൊക്കെ പോയി അവർ ആത്മഹത്യാശ്രമം നടത്തുന്നു. ഭയങ്കരമായ പ്രയാസം, എന്നാൽ പെട്ടെന്ന് റിക്കവറാകുന്നു, പിന്നെ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു മൊത്തം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനൊരു സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ദുഃഖവുമായി ബന്ധപ്പെട്ട ഹോർമോൺ, സാധാരണഗതിയിൽ സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാകും, പിന്നെ അതില്ലാതാകും. അതിൻ്റെ കാരണം ഈ ഹോർമോൺ ഇങ്ങോട്ട് പൊങ്ങിയതിൻ്റെ ശേഷം അത് പിന്നെ റിലീസാകും. നമ്മൾ ചിരിക്കാനൊരു ഹോർമോണിക് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് ചിരി പിന്നെ നിൽക്കണ എപ്പോഴാണ്? അതിങ്ങോട്ട് ആവുമ്പോഴാണ്. മനസ്സിലായില്ലേ? ഇവരുടെ ഇത് ലീക്ക് ചെയ്യാണ്. ഈ പിന്നെ ദുഃഖവുമായി ബന്ധപ്പെട്ട ഹോർമോൺ ലീക്ക് ചെയ്യണം. എൻ്റെ മെഡിക്കൽ ഭാഷയാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ലീക്കിങ് എന്ത് ചെയ്യണം? ഇനി മെഡിക്കേഷൻ വേണം. ഇവർ ഈ ചിന്ത ഇങ്ങനെ നിരന്തരം കത്തുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവുകയാണ്. അപ്പോൾ അവരെ മയക്കി കിടത്തി അവർക്ക് മെഡിസിൻ കൊടുത്ത് അവരെ തിരിച്ച് അവരുടെ ആ സൈക്കിൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം സാധനങ്ങൾ കാണുന്ന ആളുകൾ ഇങ്ങനത്തെ ഒരു എൻവിയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം, ഒരു ആംബിയൻസ്, ഒരു ചുറ്റുപാട് ഉണ്ടാവും. ആ ചുറ്റുപാടിൽ ഇരുന്നിട്ട് പിന്നെ ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് ചിട്ടയുള്ളൊരു ജീവിതം, നമസ്കാരം തൊട്ട് അദ്കാറുകൾ വരെ, ഖുർആൻ പാരായണം ഉൾപ്പെടെയുള്ള ചിട്ടൊരു ജീവിതം ഒരു ഭാഗത്ത് സൃഷ്ടിച്ചെടുക്കുക. അതോടൊപ്പം ഇത്തരം സാധനങ്ങൾ കാണുന്നത് ഒഴിവാക്കുക. ഇത് കാണുന്നതിന് പകരം, ഇത് കേൾക്കുന്നതിന് പകരം ഖുർആൻ കേൾക്കണേ. ഇപ്പോൾ പീസ് റേഡിയോ, ഖുർആൻ റേഡിയോ ഒക്കെ നിങ്ങൾക്കതിൽ നന്നായി യൂസ് ചെയ്യുക. അല്ല, ദീനിയായ കാര്യങ്ങൾ കേൾക്കുക. യൂട്യൂബിലേക്ക് പോകാതിരിക്കുക, ഇൻസ്റ്റഗ്രാമിലേക്ക് പോകാതിരിക്കുക. അത്തരം സാധനങ്ങളിലേക്ക് നമ്മൾ ചെല്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് 100% കട്ട് ചെയ്യുക. അപ്പോൾ അത് കട്ട് ചെയ്യാൻ എന്താണ് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോൺ കൺട്രോൾ ചെയ്യുന്ന വ്യത്യസ്ത ആപ്പുകളൊക്കെ ഉണ്ട്. ലൈഫ് ടൈം, നിങ്ങളൊരു സിംഗിൾ ടൈം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ചില ആപ്പുകളൊക്കെ ഉണ്ട്. അത് ഒരു നിശ്ചിത സമയം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ സമയമാകുമ്പോൾ ലോക്കാവും. പിന്നെ നിങ്ങൾ ഇൻസ്റ്റയാണ് യൂസ് ചെയ്യണതെങ്കിൽ, ഇൻസ്റ്റാ റീൽസൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ, ഇൻസ്റ്റയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെറുതെ ഇൻസ്റ്റാഗ്രാം ഉപയോഗത്തിൻ്റെ അപകടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗം ആത്മഹത്യയിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ ഒന്ന് ChatGPTയോടോ ഗ്രോക്കിനോടൊക്കെ ചോദിച്ചാൽ ഫുൾ അവരതിൻ്റെ കഥ പറഞ്ഞു തരും.
ലോകത്ത് വലിയ ശതമാനം 15% ഇൻസ്റ്റാ യൂസേഴ്സ് അവർ ഒന്നുകിൽ ആത്മഹത്യയിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ ആത്മഹത്യയുടെ വഴിയിലാണെന്നാണ്. അത് ഈ പ്രത്യേകിച്ച് ടീനേജേഴ്സിനിടയിലാണ് ഈ വിഷയമുള്ളത്. അപ്പം ഇൻസ്റ്റയുടെ കണ്ടൻറ്റുകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ഫിൽറ്ററുകളിട്ട് ഒരിക്കലും ശരിയല്ലാത്തൊരു മായിക ലോകം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നെ എനിക്കിതില്ലല്ലോ ഫോമോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ഞാനിപ്പോൾ ഉള്ള നിലവിലുള്ള കാലത്തിൽ ഞാനില്ലേ, നിലവിലുള്ളൊരു ലോകത്ത് ഞാനില്ലേ. അപ്പോൾ ഈ നിലവിലുള്ള ലോകത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഓരോ ട്രെൻഡുകൾക്കൊപ്പം ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കുന്നതും ഡാൻസ് ചെയ്യണതും അത് പോസ്റ്റ് ചെയ്യണതും ഫോട്ടോസ് ഇടുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരോട് നമുക്ക് പറയാനുള്ള ഉത്തരതാണ്: ഒന്ന്, നിങ്ങൾ ആത്മീയമായി ഒരു പുതിയ ക്രമം ഉണ്ടാക്കുക. രണ്ട്, നിങ്ങൾ ഫോൺ ഉപയോഗം ഒരു നിശ്ചിത കാലത്തേക്ക് 0 ഫോൺ യൂസേജ് ആക്കുക. നിശ്ചിത കാലം നെക്കി ഫോൺ കയ്യിലെടുക്കുക, മറ്റേത് ഒഴിവാക്കുക. പിന്നെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ ഒഴിവാക്കുക. പീസ് റേഡിയോ പോലുള്ള ആപ്സ് എടുക്കുക. ഇനി യൂട്യൂബിലേക്ക് ഒക്കെ പോകുമ്പോൾ അതിൽ തന്നെ എന്ത് ചെയ്യുക, ഖുർആൻ പാരായണത്തിൻ്റെയും മറ്റൊക്കെ ഉള്ള പിന്നെ ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് അതിന്ന് റിലീസ് ചെയ്ത് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വഴി എന്നാണ് ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ ദുഃഖമില്ലാതാകാൻ ഒരിക്കലും റീൽസ് കണ്ടതുകൊണ്ട് പരിഹാരമാകുമല്ലേ ചെയ്യുക, കൂടുതൽ ദുഃഖത്തിലേക്കാണ് പോവുക, നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റീൽസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കുറേ ആളുകളുടെ ജീവിതം കാണണം. അപ്പോൾ ഈ അടുത്ത് ഫാമിലിയായിട്ട് റീൽ ചെയ്തിരുന്ന കപ്പിൾസ് അവർ പറയാണ്, നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ റിയൽ ലൈഫല്ല, റിയൽ ലൈഫാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങൾ റീലിലൂടെ കണ്ടത് എന്ന് അവർ തന്നെ പറയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഫോട്ടോ ഒരു സ്ഥലത്ത് വെച്ച് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഒരു ഫോട്ടോയിലല്ല ഒതുക്കുക, 3-4 ഫോട്ടോകൾ എടുക്കുന്നു. ആ ഫോട്ടോയിൽ ഏറ്റവും നല്ലൊരു ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്തതേ എടുക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു പ്രോഗ്രാമിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിലും അത് എല്ലാവരുടേതും നോക്കി ചുണ്ടാരുടേതെങ്കിലും കൂടിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടേ അത് അയക്കുള്ളൂ. അപ്പോൾ പുറത്ത് കാണിക്കുന്ന എല്ലാം, റീലിലൂടെ പുറത്ത് കാണിക്കുന്ന എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദര നിമിഷങ്ങളായിരിക്കും. അതാണ് കുറേ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് അവർ കാണിക്കുന്ന ഈ സുന്ദര നിമിഷങ്ങൾ കണ്ട് എനിക്കതില്ലല്ലോ എന്നുള്ള തോന്നൽ വന്ന് വീണ്ടും നിരാശയിലേക്ക് കൂടുതൽ കൂപ്പുകുത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള പോയിന്റ് എന്തായാലും എല്ലാവരും തിരിച്ചറിയണം. കുട്ടിയുടെ വേറൊരു കുട്ടിയുടെ ചോദ്യം ഞാൻ കൂടെ പറഞ്ഞിരുന്നു, പിന്നെ ഫോൺ അഡിക്ഷൻ കുറക്കുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാമോ എന്ന് കൂടി. നല്ല പ്രശ്നമാണ്. ഈ കുട്ടികൾ ചോദിച്ചാൽ എന്തായാലും പറഞ്ഞു കൊടുക്കണമല്ലോ, അല്ലേ? കുട്ടികളാണ് ഇപ്പം ഇന്നത്തെ ഫോൺ യൂസേജിൻ്റെ ഏറ്റവും വലിയ വില്ലന്മാർ. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമയം അമൂല്യമാണ് എന്ന ബോധ്യം ഉണ്ടായാൽ പിന്നെ ഫോൺ ഉപയോഗത്തിനൊക്കെ വലിയൊരു കുറവുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണത്. എനിക്കൊരുപാട് കാര്യങ്ങളിവിടെ ചെയ്യാനുണ്ട്. നമ്മുടെ ജീവിത നിയോഗവും നമ്മുടെ ദൗത്യവും തിരിച്ചറിയാം. ഒരു സാധാരണ ഒരു ആളായിട്ട് ഇവിടെ ജീവിച്ച് മരിച്ചാൽ മതി എന്നാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ കുറച്ച് സയൻസ് മാർക്ക് ചെയ്തിട്ട്, കുറച്ച് അടയാളങ്ങൾ മാർക്ക് ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് ബോധ്യമുള്ള ഒരാൾ, അയാൾക്ക് സമയം തികയൂല. ചില സലഫുകളുടെയൊക്കെ വാചകങ്ങൾ കാണാൻ കഴിയും. അവർ പറയുന്നത്, അദ്റക്തു അഖ്വാമൻ കാനു അല ഔഖാത്തിഹിം അശദ്ദു ഹിർസൻ. ഞാൻ ചില മുൻഗാമികളെ കണ്ടിട്ടുണ്ട്, അവർ അവരുടെ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ എന്താ പറയുക അത്യാർത്തിയുള്ളവരായിരുന്നു. അശദ്ദു ഹിർസം മിൻകും അല ദറാഹിമിക്കും വദനാനീരിക്കും. നിങ്ങൾക്ക് ദീനാറിനോടും ദിർഹമിനോടുള്ള ഇഷ്ടത്തെക്കാളും പ്രിയത്തെക്കാളും വലിയ ഇഷ്ടവും പ്രിയവും അവർക്ക് സമയത്തോടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാരെക്കുറിച്ച് അവരുടെ ശിഷ്യന്മാർ എഴുതിയത് അദ്ദേഹം ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് അദ്ദേഹത്തിന് കിതാബ് വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്തു ചെയ്യും, ആ സമയം പോലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ള നിലക്ക് അവർ ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു വ്യക്തിക്ക് 86,400 സെക്കൻഡാണ് ഒരു ദിവസം കിട്ടുന്നത്. ഈ 86,400 സെക്കൻഡിൻ്റെ സ്ഥാനത്ത് 86,400 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിനെക്കുറിച്ച് എന്തൊക്കെ പ്ലാൻ ഉണ്ടാക്കും? അപ്പോൾ നമ്മളെ സമയം ഓരോ സെക്കൻഡ് പഠിച്ചും വിചാരണ ചെയ്യും. ലാ തസൂല ഖദമ അബദിൻ. ഒരടിമയുടെയും ഇരുപാദങ്ങളും മുന്നോട്ട് വെക്കാൻ കഴിയില്ല 3-4 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ. അവൻ്റെ ആയുസ് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം സമയത്തെക്കുറിച്ചുള്ളൊരു ഗൗരവം നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം ഒരു പ്ലാൻ ഉണ്ടാകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളൊരു ഷെഡ്യൂൾ ഉണ്ടാകണം.
വൈകുന്നേരം മുതൽ രാവിലെ വരെയുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാകണം. ആ ഷെഡ്യൂളിൽ ഫോൺ യൂസേജിനൊരു ടൈം നമ്മൾ ഇടണം. ആ ടൈമിലേ തൊടുള്ളൂ എന്ന് തീരുമാനിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അപ്പം എന്നാലും ഇത് കൈ പോകില്ലെന്നായിരിക്കും അടുത്തൊരു സംശയം. അപ്പം അങ്ങനെ ഏതാണോ നമ്മൾക്ക് കൂടുതൽ അഡിക്ഷൻ ഫീൽ ചെയ്യണത് അതിൻ്റെ ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യരുത്. അത് നമ്മൾ ഗൂഗിൾ വഴി തന്നെ കയറിയിട്ടൊക്കെ എടുക്കുന്ന ഒരു രൂപം ഉണ്ടാക്കണം. പിന്നെ ഫോൺ യൂസേജിൻ്റെ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റിയ പല വഴികളും ഉണ്ട്. ആ വഴികളൊക്കെ യൂസ് ചെയ്യണം. ചില ആപ്പുകളുണ്ട്, ഇത്ര മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ സ്വയം സ്റ്റക്കാകുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് ഒന്ന് ഗൂഗിൾ ചെയ്താലൊന്ന് യൂട്യൂബൊക്കെ എടുത്താലൊക്കെ മനസ്സിലാകും. എന്നാൽ ചില ആളുകൾക്ക് അവിടെയും സെൽഫ് കൺട്രോളൊന്നും കിട്ടൂല. അതിനാണ് നമ്മൾ പാരൻ്റൽ കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആളുടെ പാരൻ്റൽ കൺട്രോളിൽ നമ്മൾ ടൈം വെച്ചാൽ ഇത്ര സമയം യൂട്യൂബ് ഉപയോഗിക്കണം. ഇപ്പോൾ രക്ഷിതാക്കൾക്കൊക്കെ മക്കളുടെ കാര്യത്തിൽ യൂസ് ചെയ്യാവുന്ന നല്ലൊരു വഴിയാണ് 1 മണിക്കൂർ യൂട്യൂബ്. അപ്പോൾ ചിലപ്പോൾ വിളിക്കും, ഇപ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റ് കൂടി നീട്ടിത്തരുമോ? അങ്ങനത്തെ ഒരു സെൽഫ് കൺട്രോൾ കിട്ടാത്ത ആളുകൾ മറ്റുള്ളവരെ അവലംബിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ടൈമൊന്നും ഇതിനൊരിക്കലും യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ, ഞാനൊക്കെ ക്ലാസ്സിൽ കുട്ടികളുടെയും കൂടിയും സഹകരണത്തോടു കൂടെ ഷെഡ്യൂൾ ഉണ്ടാക്കിക്കും. ഇത്ര മണിക്ക് എഴുന്നേൽക്കും, ഇത്ര മണിയുടെ ഉള്ളിൽ പ്രാഥമിക കാര്യങ്ങൾ കഴിക്കും. അതെന്തിനാ അറിയോ? എണ്ണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊഴിവാക്കാനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പല്ലും തേച്ചെക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ടൈമുകൾ ഓരോന്നും കീപ്പ് ചെയ്ത് വായിക്കാനുള്ള സമയം, ഖുർആൻ ഓതാനുള്ള സമയം, ഫ്രീ ടൈം, കളി ടൈം, ഫോൺ ടൈം, 3 ആയിക്കോട്ടെ. അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കൊടുത്ത് അങ്ങനെ ഷെഡ്യൂളൊക്കെ എഴുതിണ്ടാക്കി ആ ഷെഡ്യൂൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 80 കിലോ വെയിറ്റുള്ള ഒരാൾ 50 കിലോ ആക്കാൻ വേണ്ടി എടുക്കുന്ന പരിശ്രമം എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഒരു ഫോൺ ഡയറ്റ് എന്നൊക്കെ അങ്ങനത്തെ ചില പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. ഡീടോക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫോണില്ലാത്ത ചില ദിവസങ്ങൾ ഉണ്ടാക്കുക. അപ്പം ഞായറാഴ്ച ഞാൻ ഫോൺ തൊടൂല, അല്ലെങ്കിൽ രാത്രി ഞാൻ ഫോൺ തൊടൂല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കടന്നുകൊണ്ട് യൂസ് ചെയ്യരുത്. അതേപോലെ തന്നെ പ്രൈവറ്റ് സ്പേസിലേക്ക് യൂസ് ചെയ്യരുത്. ചുമരിനെ ഇങ്ങനെ ബാക്കിലാക്കി മുന്നിൽ ഫോൺ പിടിച്ച് യൂസ് ചെയ്യുക. പിന്നെ പബ്ലിക് സ്ഥലത്ത് ഫോൺ യൂസേജ് ആക്കുക. ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട്. അത്തരം ഐഡിയകളൊക്കെ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോൺ എന്ത് ചെയ്യും, സെൽഫ് കൺട്രോളിൽ വരും. പിന്നെ ലോക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ ലോക്ക് ആക്കുക. ഉമ്മാക്കുപ്പാക്കും ഭാര്യക്കും ഭർത്താവിനൊക്കെ അറിയുന്ന രീതിയിൽ ലോക്ക് ആക്കുക. പിന്നെ മക്കളുടെ ഫോണിൻ്റെയും പിന്നെ വല്യപ്പാൻ്റെയും വല്യമ്മാൻ്റെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ ഫോണ് 100% എല്ലാതും വാട്സാപ്പ്, യൂട്യൂബ് എല്ലാതും ലോക്ക് ചെയ്യുക. ആ ലോക്ക് മാതാപിതാക്കൾ തുറന്നു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാറ്റേണൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇവരിത് എടുക്കും. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വരകൾ ഉണ്ടാവും, നല്ല തുടച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ പാറ്റേൺ ഒന്നും അറിയില്ല വിചാരിക്കും പോലെ അടിപൊളിയായിട്ട് അത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ഇവിടെ കുട്ടികളാണ് ചോദിച്ചത്, അതുകൊണ്ട് അതത്ര പ്രസക്തമല്ല. എന്നാലും മൊത്തത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഈ ഫ്രഷ് ടൈം ഒരിക്കലും കൊടുക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റെസ്റ്റ് ടൈമും കൊടുക്കാൻ പാടില്ല. അടിപൊളി. നമ്മൾ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം നമ്മുടെ ശരീരം അവിടെ വിശ്രമം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങൾ കിടന്നുകൊണ്ട് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. കിടക്കുന്നത് നമുക്ക് റെസ്റ്റ് ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ സമയം ഒരിക്കലും ഫോണിന് കൊടുത്താൽ ആ സമയം നമ്മൾ ഫോണിന് കൊടുത്താൽ അത് വലിയ നഷ്ടമാണ്. അപ്പോൾ ഈ കിടന്നുകൊണ്ടുള്ള ഉപയോഗമാണ് ശരിക്ക് ദീർഘനേരത്തേക്ക് നീണ്ടു പോണത്. ഇപ്പോൾ ഒരു 11 മണിക്ക് കിടക്കുകയാണ് ഒരു വിദ്യാർത്ഥി എന്നുണ്ടെങ്കിൽ അവൻ്റെ ഫോൺ ഉപയോഗം 1 മണിയിലേക്കും 2 മണിയിലേക്കും ഒക്കെ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, അത് ഇനി പവർ ബാങ്ക് ആണെങ്കിൽ അത് നമ്മുടെ കിടക്കയിൽ കിട്ടുന്ന സ്ഥലത്താക്കരുത്. അത് നമ്മുടെ കിടക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാവുന്നൊരു പ്ലഗ് അവൈലബിൾ ആകരുത് എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു നിർദ്ദേശം കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഫോണ് നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കയ്യെത്തി എടുക്കാവുന്ന സ്ഥലത്തല്ലാതെ കുറച്ച് അപ്പുറത്ത് വെക്കുക. ഇനി അത് ഫോൺ നമ്മൾ പൊതുവേ നെറ്റ് ഓഫാക്കി ഫോണ് സൈലൻറ്റ് മോഡോ ഒഴിവാക്കിയിട്ടാണ് രാത്രി ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടണം. എന്നാൽ നെറ്റ് ഓണാക്കി കഴിഞ്ഞാലുള്ള ഓരോ നോട്ടിഫിക്കേഷനും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നെറ്റ് ഓഫാക്കി സൈലൻറ്റ് മോഡ് ഒഴിവാക്കിയിട്ട് രാത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അകലത്തിൽ വെച്ചാലും നമുക്ക് അലാം അടിച്ചാൽ അത് കേൾക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഫോൺ രാത്രി അകലത്തിൽ വെക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി ശീലിച്ചാൽ ഒരു പരിധി വരെ സമയം നിയന്ത്രിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പാരൻ്റൽ കൺട്രോൾ ഉപയോഗിക്കുന്നിടത്ത് ഒരു എക്സ്ട്രാ സംഗതി, ഞാൻ ഇപ്പോൾ 10 മിനിറ്റ് എനിക്ക് അധികം തരണം എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും സമയം നമുക്ക് അധികമായി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അധികമായി ചോദിച്ചു വാങ്ങുന്നു. പാരൻ്റൽ കൺട്രോളിൽ നോക്കിയിട്ട് അങ്ങനെ അധികം സമയം, ആ ഒരു അധിക സമയം ഞാൻ ഉപയോഗിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഞാൻ അധികം ചെയ്യും എന്നുകൂടി തീരുമാനിക്കുക. ഇപ്പോൾ വീട്ടിലെ എന്തെങ്കിലും ഒരു സഹായം, അതിനൊരു പാത്രം കഴുകി കൊടുക്കലാണെങ്കിലും അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കലാണെങ്കിലും
അല്ലെങ്കിൽ ഉമ്മാക്കോ ഉപ്പാക്കോ സഹായകരമാകുന്ന ഒരു എക്സ്ട്രാ ഡ്യൂട്ടി അതുകൂടി ഞാൻ ചെയ്യും എന്നൊരു സംഗതി ഉണ്ടായാൽ ആ ഒരു 10 മിനിറ്റ് നമ്മൾ ആവശ്യമുള്ള കാര്യത്തിന് മാത്രമാണ് നമ്മൾ ചോദിച്ചു വാങ്ങുള്ളൂ. അങ്ങനെ ഒരു ഞാൻ അധികം ഉപയോഗിച്ചതിന് ഒരു പണിഷ്മെൻറ്റ് വേണം എന്നൊക്കെ സ്വയം തീരുമാനമെടുത്ത് സ്വന്തമായി നിയന്ത്രിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് ഇത് ശരിയായി നടക്കുള്ളൂ. ഇൻഷാ അല്ലാ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. റേഡിയോയിലേക്ക് ചില ശ്രോതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കോഴ്സ് തന്നെ നടത്തണം, ദീർഘമായി തന്നെ ഈ വിഷയത്തിൽ പിന്നെ അഭിപ്രായങ്ങൾ വേണം എന്നൊക്കെ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഈ പീസ് റേഡിയോയുടെ സ്നേഹക്കൂടിലേക്ക് ലൈവ് കൗൺസിലിങ്ങിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാം. ഈ വിഷയം പ്രസക്തമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.